ഹലോ നമസ്കാരം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയും അതുപോലെ വരാൻ പോകുന്ന നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു മൺഡേ ടു സൺഡേ വരെയുള്ള എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ അലീനയെ കയറി പിടിക്കാൻ ശ്രമിക്കുകയാണ് രോഹിത്. രോഹിത് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ അലീന ഒരു വിധത്തിലാണ് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അവനെ നന്നായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് രോഹിത് ശരിക്കും പറഞ്ഞാൽ ആൺപിള്ളേരാകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചാബല്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത്രയ്ക്ക് ധൈര്യമുള്ളൊരു ആളൊന്നുമല്ല. പക്ഷേ ഹരിയുടെ വാക്ക് കേട്ടിട്ട് ഇതൊക്കെ സത്യമാണ്, ഇങ്ങനെയൊക്കെ നടക്കും എന്നുള്ളൊരു കാര്യം രോഹിത്തിന് തോന്നുക കേട്ടോ. അത് കേട്ടിട്ടാണ് രോഹിത് അലീനയെ കയറി പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അലീനയാണെങ്കിൽ അവനോട് കുറേ സംസാരിക്കുന്നുണ്ട്. ഒരു സഹോദരിയെ പോലെ കാണണം, ചേച്ചിയായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് വഴക്കിട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. താഴെ വന്നിട്ട് അലീന പൊട്ടിക്കരിയാട്ടോ. തൻ്റെ സഹോദരൻ തന്നെ തന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ എന്ന് ഓർത്തിട്ട് പൊട്ടിക്കരിയാണ്. ദൈവമേ പൊറുക്കണേ, അവന് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, അവൻ അറിയില്ല ഞാൻ ആരാണെന്ന്, അവൻ്റെ ആരാണ് ഞാനെന്ന് അവൻ അറിയില്ല, അതുകൊണ്ട് അവൻ ചെയ്തതാണ്, അവനോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് അലീന പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാട്ടോ. ആ സമയത്ത് മുത്തശ്ശി വിളിക്കുന്നുണ്ട് കേട്ടോ അലീനയെ. അലീന മോളെ നീ എവിടെയാണെന്ന് ചോദിച്ച് വിളിക്കുകയാണ്. അപ്പോൾ അലീന പെട്ടെന്ന് കയ്യും മുഖമൊക്കെ തുടച്ചിട്ട് അങ്ങോട്ടേക്ക് സങ്കടമൊക്കെ മാറ്റി വെച്ചിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ മുത്തശ്ശി എന്ന് ചോദിക്കാട്ടോ. ആരെ മോളെ വന്നത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അത് രോഹിത്താണ് മുത്തശ്ശി വന്നത്. അവൻ എന്തെങ്കിലും കോളേജ് വിട്ടോ, ഇത്ര വേഗം വിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത്തിന് നല്ല സുഖമില്ല എന്ന് പറഞ്ഞു, തലവേദനയും പനിക്കോളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നതാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണേ അതൊക്കെ അവൻ കള്ളം പറയുന്നതാ മോളെ, അവന് ഒരു അസുഖവുമില്ല, അവന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് വരാറുണ്ട്, ചിലപ്പോൾ ക്ലാസ്സിലേക്കാണെന്ന് ഇവിടുന്ന് പറഞ്ഞു പോകും, പക്ഷേ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വീട്ടിലേക്ക് തന്നെ വരും, പഠിക്കാനൊക്കെ ഇത്തിരി മടിയാണ് അവന്, ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കലും അതുപോലെ ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ വന്ന് ഇരുന്നിട്ട് ഫോൺ വിളിയാണ്. ഒരുപാട് വൈജ ചീത്ത പറയുന്നൊക്കെ ഉണ്ട്, പക്ഷേ അവൻ നന്നാവുന്നില്ല എന്നൊക്കെ പറയാട്ടോ മുത്തശ്ശി. സാരമില്ല മുത്തശ്ശി, ശരിയായിക്കോളും, ആമ്പിള്ളേരല്ലേ, നമുക്ക് ശരിയാക്കിയെടുക്കാം എന്നൊക്കെ പറയാട്ടോ. അവൻ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കണം. അവൻ നിന്നോട് എന്താ ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ ചായ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചായ കൊണ്ടുപോയി കൊടുത്തു എന്ന് ചോദിക്കാട്ടോ. എവിടെ നീ റൂമിൽ കൊണ്ടുപോയി കൊടുത്തു? അതെ മുത്തശ്ശി, ഞാൻ റൂമിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞു? അവൻ എന്താ അവിടെ ചെയ്യുന്നത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയണം. സൂക്ഷിക്കണം മോളെ, അവൻ ആളൊരു ശുദ്ധനാണ് രോഹിത്, പക്ഷേ അവനെ വഴി തെറ്റിക്കാനായിട്ട് നടക്കുകയാണ് ആ വൃത്തികെട്ടവനുണ്ടല്ലോ ഹരി. എൻ്റെ കൊച്ചുമകൻ തന്നെയാണ്, ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്, പക്ഷേ ഹരിയുടെ സ്വഭാവം ഒട്ടും ശരിയല്ല, നീ അവനെ നല്ലോണം സൂക്ഷിക്കണം. അതുപോലെ രോഹിതിനെ പറഞ്ഞ് തിരിപ്പിച്ചിട്ട് അവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും, നിന്നോട് മോശമായിട്ട് പെരുമാറിപ്പിക്കും എന്നൊക്കെ പറയണം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശി, എനിക്കറിയാം എന്നെ സൂക്ഷിക്കാനും, ഞാൻ നല്ലതായിരുന്നാൽ പോരെ, രോഹിതിനെ എങ്ങനെ നന്നാക്കി, രോഹിതിനെ അഥവാ ഹരിയുടെ വലയിൽ വീണാലും എങ്ങനെ അവനെ നന്നാക്കി എടുക്കണം എന്നൊക്കെ എനിക്കറിയാം, അവൻ എൻ്റെ അനിയനല്ലേ എന്നൊക്കെ പറയാട്ടോ. നിന്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാ മോളെ നീ അവനെ അനിയനായിട്ടും ഒക്കെ കാണുന്നത്, അവനെ നന്നാക്കി എടുക്കാമെന്നൊക്കെ പറയുന്നത് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇതെൻ്റെ കടമയാണ് മുത്തശ്ശി, അവനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നേ വേണം, ഞാനത് എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരിക കേട്ടോ. ബാലചന്ദ്രൻ വന്ന് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നുണ്ട്. എനിക്ക് സമയമില്ല, എനിക്കിന്ന് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഴിക്കാനും നിൽക്കാതെ പെട്ടെന്ന് പോകുക കേട്ടോ. വൈജയന്തിയും മക്കളും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കണം. ആ സമയത്ത് രോഹിത്തിനാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണല്ലോ അലീനയോട്, കാരണം അവൻ്റെ ഇന്നലത്തെ കാര്യങ്ങളൊന്നും നടന്നില്ല, ഇന്നലെ കോളേജ് കട്ട് ചെയ്ത് വന്നിട്ട് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, അതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് രോഹിത് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അലീനയെ കാണുമ്പോൾ അവന് ചെറുതായിട്ടൊരു പേടിയും അതുപോലെ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊരു പേടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊണ്ടെന്ന് വെക്കുകയാണ്. വെച്ച സമയത്ത് ഇവർ 4 പേരും കൂടി ഇന്ന് കഴിക്കുക കേട്ടോ. ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, എന്തൊട്ട് കറിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, വായിൽ വെക്കാൻ കൊള്ളത്തില്ലല്ലോ, ഇതിൽ ഉപ്പ് കൂടുതൽ ഇട്ട് വെച്ചേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭക്ഷണത്തെ മോശമായിട്ട് സംസാരിക്കട്ടോ. അപ്പം എല്ലാവരും അത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നാൽ പിന്നെ എൻ്റെ കറിയിൽ മാത്രം ഇച്ചിരി ഉപ്പ് കൂട്ടിയിട്ടതായിരിക്കും, എനിക്ക് വായിൽ വെച്ച് കഴിക്കാൻ വയ്യ എന്ന് പറയാട്ടോ. അപ്പോൾ അലീനയും പറയുന്നുണ്ട്, ഞാൻ എല്ലാവർക്കും ഒരേ കറി തന്നെയാണ് ഉണ്ടാക്കിയത്, പിന്നെ എങ്ങനെ എൻ്റെ കറിയിൽ ഇത്രയും ടേസ്റ്റ് വ്യത്യാസം വന്നു, ഒട്ടും എന്നെ ഇട്ട് ഇടഞ്ഞാറാക്കാനാണോ, എന്നോട് ഇങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് വീണ്ടും രോഹിത് ഇങ്ങനെ ഷൗട്ട് ചെയ്യാട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, എവിടെ നോക്കട്ടെ, ഞാൻ കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അത് എടുത്ത് കഴിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് രോഹിത് മെല്ലെ അത് തട്ടി താഴേക്ക് ഇടും കേട്ടോ. ആ പ്ലേറ്റ് താഴെ വീണ് പൊട്ടി ചിതറി കേട്ടോ, ഭക്ഷണമൊക്കെ ചിതറാണ്. ഇത് കണ്ടിട്ട് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. വൈജയന്തി വന്നിട്ട് അവനെ തല്ലാനായിട്ട് കൈ വന്നിട്ടോ, നിന്റെ അഹങ്കാരത്തിന് ഇത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ രോഹിത് പെട്ടെന്ന് എഴുന്നിട്ട്, അമ്മ ഒന്ന് പോയിക്കേ, നിങ്ങളൊക്കെ ഇവൾ വെറും വേലക്കാരിയിൽ എവിടെ ഉണ്ടാക്കിയ ഭക്ഷണം കൊള്ളില്ല എന്ന് പറഞ്ഞതിനാണോ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അപ്പോൾ വൈജ പറയുന്നുണ്ട്, നല്ലതാണെങ്കിൽ നല്ലതന്നെ പറയും, ഈ ഭക്ഷണത്തിനൊന്നും യാതൊരു കുഴപ്പമില്ല, നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ്, നിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിച്ച് രോഹിത്തിനോട് ദേഷ്യപ്പെടാട്ടോ. രോഹിത്താണെങ്കിൽ ആകെ നാണം കെട്ടുപോയി, അവിടെ നാണം കെട്ടുപോയി. പെട്ടെന്ന് തന്നെ അലീനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് രോഹിത്ത് മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഭക്ഷണത്തിന് രുചിക്കുറവൊന്നുമില്ലമ്മേ, പക്ഷേ രോഹിത്തേട്ടൻ വേറെ എന്തോ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്, അലീന ചേച്ചിയെ മനഃപൂർവ്വം കുറ്റക്കാരിയാക്കാനാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാണ് വൈജയന്തി. എന്താണെങ്കിലും അലീനോട് അവിടെയൊക്കെ ക്ലീൻ ആക്കാൻ പറയാട്ടോ വൈജ. അങ്ങനെ പിന്നീട് എല്ലാവരും കോളേജിലേക്കും സ്കൂളിലേക്കൊക്കെ ആയിട്ട് പോവുകയാണ്. അങ്ങനെ അലീന അവിടെയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. രോഹിത്തും തന്നെ പെട്ടെന്ന് തന്നെ അവിടെ പോകുന്നുണ്ട്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് അറിയുന്നതുകൊണ്ട് രോഹിത്തും കോളേജിലേക്ക് പോവുകയാണ്. പിന്നീട് അലീന മുത്തശ്ശിയെ ഭക്ഷണം കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇവിടെ എന്താ ശബ്ദം കേട്ടെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മുത്തശ്ശി, അത് രോഹിത്തിൻ്റെ കൈ തട്ടിയിട്ട് ഒരു പാത്രം വീണ് പൊട്ടിയതാണെന്ന് പറയാട്ടോ. വൈജന്തിനെ പിന്നെ ഒച്ചെടുക്കുന്നത് കേട്ട്, പാത്രം മനഃപൂർവ്വം പൊട്ടിച്ചതാണെന്ന് പറഞ്ഞ് ഒച്ചെടുത്തതാണ് എന്നൊക്കെ പറയണം. എന്തോ ഒരു കുഴപ്പമുണ്ടോ, അല്ലാതെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, എന്താണാവോ എന്നൊക്കെ മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട മുത്തശ്ശി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് അലീന. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി കേട്ടോ. രേവതിക്കുട്ടിയാണെങ്കിൽ ആ റൂമിനകത്ത് എന്തായിരിക്കും എന്ന് അത് അറിയാനുള്ളൊരു ആകാംക്ഷ കേട്ടോ. ആ റൂം എന്തുകൊണ്ടാണ് വർഷങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുന്നത്, ആ റൂമിൽ ആരായിരിക്കും താമസിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും ആ റൂമിനുള്ളിലുള്ളത് എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ അതിനുള്ളിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ കേട്ടോ രേവതിക്കുട്ടിക്ക്. അപ്പോൾ രേവതിക്കുട്ടി അങ്ങനെ മടിച്ച് ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? ആ ജോലിയൊക്കെ കഴിഞ്ഞു, പിന്നെ നിനക്ക് എന്താ ഇപ്പോൾ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കണം. ചോദിക്കുക, എന്താ നിനക്ക് അറിയേണ്ടത്? അതെ, ആ റൂം എന്തിനാ എപ്പോഴും അടച്ചിട്ടേക്കുന്നത്, ആ ഒരു റൂം തുറക്കാറേ ഇല്ലല്ലോ എന്ന് പറയാട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര വിഷമാവുക.
റൂമാണ്. അപ്പോൾ ആ റൂമിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ. പുറമേക്ക് ഉള്ളിൽ ചിന്തയുണ്ടെങ്കിലും പുറമേക്ക് അതൊന്നും കാണിക്കുന്നില്ല. പക്ഷേ രേവതിക്കുട്ടി അത് ചോദിച്ചപ്പോൾ ഗ്രേസിമയ്ക്ക് വല്ലാതാവാണ്. അപ്പോൾ ഗ്രേസിമ പറയുന്നുണ്ട് അത് അങ്ങനെ തുറക്കാറില്ല എന്ന് പറയട്ടോ. അതെന്താ തുറക്കാത്തത്, അവിടെ നിന്ന് ക്ലീൻ ആക്കാനോ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗ്രേസിമ പറയുന്നുണ്ട് അത് ഞങ്ങളുടെ മകൻ്റെ റൂമായിരുന്നു എന്ന് പറയട്ടോ. അത് കേട്ടിട്ട് രേവതിക്കുട്ടി ആകെ അമ്പരന്ന് പോവുകയാണ്. മകൻ്റെ റൂമോ എന്ന് ചോദിക്കണം. അതെ, ഞങ്ങളുടെ മകൻ്റെ റൂമായിരുന്നു. അവൻ പോയതിന് ശേഷം ഞങ്ങളത് തുറക്കാറില്ല. കുറച്ച് നാളൊക്കെ ഞങ്ങൾ ആ റൂമിൽ തന്നെയായിരുന്നു അവൻ പോയതിന് ശേഷം. പിന്നീട് ആ റൂം അടച്ചിട്ടു. അവിടെ അവൻ്റെ സ്മെല്ലും അവൻ്റെ എന്താ പറയുക അവൻ്റെ ആ ഓർമ്മകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന റൂമാണ്. ആ റൂമിൽ ഞങ്ങൾ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവനെക്കുറിച്ച് ഓർക്കുന്ന സമയത്തൊക്കെ ആ റൂമിൽ പോയിരിക്കും. അപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ ഉള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നും. അപ്പോൾ അവൻ്റെ ഒരു സ്മെല്ല് ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. അവൻ ഞങ്ങളെ അമ്മയെന്നും പപ്പാന്നും മമ്മിന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നൊക്കെ പറയുകയാണ് ഗ്രേസിമ. ഇതൊക്കെ കൂടി കേട്ടിട്ട് രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമമാവും കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ഗ്രേസിമയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ സോറി അറിയാതെ ചോദിച്ചു പോയതാണ്, എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സാരമില്ല എന്ന് പറയാട്ടോ. ഞങ്ങൾക്ക് അവനേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പോയതോട് കൂടിയിട്ട് ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം അസ്തമിച്ചു. ഞങ്ങളുടെ ഏക മകനായിരുന്നു എന്ന് പറയുന്നത് ഗ്രേസിമ. അപ്പോൾ ഗ്രേസിമയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രേവതിക്കുട്ടി വീണ്ടും പറയുന്നുണ്ട് സോറി കേട്ടോ ഞാൻ അറിയില്ലായിരുന്നു, ഇനി ഞാനുണ്ട് എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഗ്രേസിമയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാരണം ആ ഒരു സങ്കടം മറക്കുന്നത് രേവതിക്കുട്ടിയിലൂടെ കേട്ടോ. ഇപ്പോൾ അപ്പോൾ പറയുന്നുണ്ട് നീ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇത്രയും കളിയും ചിരിയൊക്കെ ഉണ്ടായതെന്ന് പറയട്ടെ ഗ്രേസിമ. അത് കേട്ടപ്പം രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഗ്രേസിമയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കട്ടെ. ആ സമയത്താണ് മാമച്ചാൻ കയറി വരുന്നത്. ഇതെന്താ ഇവിടെ ഇങ്ങനെ അമ്മയും മോളും ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗ്രേസിമ പറയുന്നുണ്ട് അതെ ഞങ്ങൾ അമ്മയും മോളും തന്നെയാണ്, എൻ്റെ മോളാണ് ഇത്, ഇവളുടെ മമ്മിയാണ് ഞാൻ എന്നൊക്കെ പറയട്ടെ മാമച്ചാൻ വേണമെങ്കിൽ ഇവളുടെ പപ്പയായിക്കോ എന്നൊക്കെ ഗ്രേസിമ പറയുമ്പോൾ അത് ഞാൻ മുന്നേ തീരുമാനിച്ചതാണല്ലോ, ഞാൻ ഇവളുടെ പപ്പയാണല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കട്ടെ. അതൊക്കെ കൂടി കേട്ടിട്ട് രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം തോന്നട്ടോ. ഗ്രേസിമയും മാമച്ചാനും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട്. പക്ഷേ ഞാൻ മുൻപേ തീരുമാനിച്ചതാണെങ്കിലും ഇവളുടെ കുറച്ച് കുറുമ്പുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, എന്നിട്ട് ഞാൻ അവളുടെ പപ്പയായിട്ട് നിൽക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കട്ടെ മാമച്ചാനെ. നീ എന്നെ ഇങ്ങനെ ഉണ്ടക്കണോണ്ട് നോക്കൊന്നും വേണ്ട, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് മാമച്ചാൻ പറയുമ്പോൾ ഓ പിന്നെ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ കൊള്ളാനായിട്ട് ഇവിടെ നിൽക്കില്ല എന്ന് പറയട്ടെ രേവതിക്കുട്ടി. അപ്പോൾ രേവതിക്കുട്ടിയുടെ ഈ കുസൃതിയൊക്കെ ഗ്രേസിമയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടട്ടെ. ഇവർ തമ്മിലുള്ള സംസാരം മാമച്ചാനും രേവതിക്കുട്ടി തമ്മിലൊരു ടോം ആൻഡ് ജെറി പോലെയുള്ളൊരു സ്വഭാവമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അവരെല്ലാ സങ്കടം മറന്ന് ചിരിക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയെ തന്നെ കേട്ടോ. പിറ്റേ ദിവസം അലീന ഇങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വരുന്ന സമയത്ത് മുറ്റം വരിക്കൊണ്ടിരിക്കട്ടോ രാവിലെ. ആ സമയത്ത് പത്രം എടുക്കാനായിട്ട് വൈജയന്തി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ നിന്റെ ജോലി ഇതുവരെ ഒന്നും തീർന്നില്ലേ, കുഞ്ഞുമോളായിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് ജോലിയൊക്കെ തീർന്നേനെ എന്ന് പറയാണ് വൈജയന്തി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ കുഞ്ഞുമോൾ ചേച്ചി ചെയ്തിരുന്ന പോലെ ചെയ്യാം എന്ന് പറയുമ്പോൾ നീ കുഞ്ഞുമോൾക്കിട്ട് പഠിക്കാൻ നിൽക്കണ്ട, നീ നിന്റെ ജോലി മര്യാദയ്ക്ക് ചെയ്താൽ മതി എന്ന് പറയാട്ടോ. അപ്പോൾ അറിയാം കുഞ്ഞുമോൾ ചേച്ചി ചെയ്തിരുന്ന പോലെ അല്ല, ഞാൻ ചെയ്യുന്നതൊക്കെ എത്ര നന്നായിട്ട് ചെയ്യുന്നതെന്ന് അറിയാം, അത് സമ്മതിച്ച് തരാനുള്ള ഒരു മടിയാണല്ലേ എന്ന് ചോദിക്കാട്ടോ അലീന. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് നീ അങ്ങനെ വലിയ ആളാവൊന്നും വേണ്ട, നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നീ അത്ര വലിയ ആളൊന്നുമില്ല, സെർവൻ്റ് എന്ന സെർവൻ്റ് തന്നെയാണ്, ഒരു അനാഥ പെണ്ണല്ലേ നീ എന്നൊക്കെ പറയട്ടോ. വീണ്ടും വൈജയന്തിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ട് അവൾ എല്ലാ ജോലികളും ചെയ്യുന്നതുകൊണ്ട്, പക്ഷേ ഒരിക്കലും അംഗീകരിക്കാൻ, അതും ഒരു സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ വേലക്കാരിയായിട്ട് അംഗീകരിക്കാനുള്ള ഒരു മടിയും. എന്നാലും അവളിൽ എന്തൊക്കെയോ നന്മയുണ്ടെന്ന് വൈജയ്ക്ക് അറിയാം. അവളോട് ഒരു ചെറിയൊരു ഇഷ്ടം ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. അവളെ ആ നന്മ കണ്ടിട്ട് എന്തൊക്കെയോ ഒരു ഫീലിങ്സും ഒക്കെ വൈജയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും അവളോട് ഒരു അട്രാക്ഷൻ ഉണ്ട്, പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കത്തില്ല എന്നുള്ളൂ. അപ്പോൾ അലീനെ അങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഇഷ്ടമുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ കുറച്ചൊക്കെ മടി കാണിക്കാം എന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങനെയൊന്നും ചെയ്യുന്ന കാര്യങ്ങൾ മര്യാദക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വൈജ അവിടെ നിന്ന് പോകട്ടോ. അപ്പോൾ ആ പോകുന്നത് ഇങ്ങനെ നോക്കി ഒരു ചിരിയോടെ നിൽക്കുകയാണ് അലീന. പിന്നെ വൈജ അകത്തേക്ക് ചെല്ലുന്ന സമയത്താണ് ബാലചന്ദ്രൻ വീണ്ടും അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം പറയുന്നത് കേട്ടോ. ബാലചന്ദ്രൻ്റെ കാശ് വീണ്ടും കാണാനില്ല, ഒരു 2000 റുപ്പീസ് വീണ്ടും കാണാനില്ല. അപ്പോൾ അതെവിടെ പോയി എന്നുള്ളതിന് ഒരു തെളിവുമില്ല. അപ്പം മക്കളെയൊക്കെ വിളിക്കുകയാണ്. നമ്മുടെ രോഹിത്തിനെ വിളിച്ചിട്ടുണ്ട്, ബബിതയുണ്ട്, കൃഷ്ണയും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പം രോഹിത്താണ് എല്ലാത്തിൻ്റെ മെയിൻ ആൾ, കാശ് എടുക്കുന്നതിൻ്റെ മെയിൻ ആൾ. അപ്പം ബാലചന്ദ്രനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തെന്ന് പറഞ്ഞാൽ മതി, എനിക്കിങ്ങനെ കാശ് കാണാതാവുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല, എടുത്തു കഴിഞ്ഞാൽ എടുത്തെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ആരും സമ്മതിച്ച് കൊടുക്കുന്നില്ല ഞങ്ങൾ എടുത്തെന്നുള്ളതിൽ. അപ്പോഴും ബബിത പറയുന്നുണ്ട് ചിലപ്പോൾ അവളായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്ന് പറയാം കേട്ടോ അലീനെ കൊണ്ട്. അപ്പോൾ രോഹിത്തും അതിനെ സപ്പോർട്ട് ചെയ്യാണ്. ശരിയാണ്, അവളായിരിക്കും, നമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് അവളല്ലേ ഇവിടെ ഉള്ളത്, അവൾ എടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയണം. അപ്പോൾ വീട് മൊത്തം അന്വേഷിച്ചിട്ടും പൈസ കിട്ടുന്നില്ല. കാരണം രോഹിത് പൈസ എടുത്തിട്ട് കൊടുക്കുന്നത് ആർക്കാണ്, നമ്മുടെ ഹരിക്കാണ് ഒരുപാട് പൈസക്ക് ആവശ്യമുള്ളത്. ഹരി ചോദിക്കുമ്പോഴൊക്കെ രോഹിത് എടുത്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ എന്താണെങ്കിലും അവളുടെ ബാഗ് പരിശോധിക്കാൻ ചിലപ്പോൾ അതിലുണ്ടാകും എന്നൊക്കെ പറയണം. അങ്ങനെ അവളുടെ ബാഗ് പരിശോധിക്കാനായിട്ട് പോവാണ് ബബിതയും വൈജയന്തിയും കൂടെ കേട്ടോ. അങ്ങനെ ആ റൂം മൊത്തം ഇങ്ങനെ അരിച്ച് പെറുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാശ് കിട്ടുക കേട്ടോ, ബാഗിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുമ്പോൾ ഇത് ഏതാ കാശ് എന്ന് ചോദിക്കുകയാണ്. അതെൻ്റെ കയ്യിലുള്ള കാശാണെന്ന് അലീന പറയട്ടോ. നിനക്ക് എവിടുന്ന കാശ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുമ്പോൾ എനിക്ക് ബ്രിജിത്താമ്മ തന്ന കാശായിരുന്നു, അതെൻ്റെ കയ്യിലുള്ള കാശാണെന്ന് പറയാട്ടോ. അപ്പോൾ ആ കാശ് എടുത്ത് നോക്കുമ്പോൾ അതൊരു 3000 എബോ ക്യാഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ വൈജ കയ്യിൽ പിടിക്കണം. എന്നിട്ട് വീണ്ടും അവിടേക്ക് അന്വേഷിക്കുമ്പോൾ അവിടെ ബ്രിജിത്താമ്മയുടെ ഒരു ഫോട്ടോ കാണാം കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ എടുത്തിട്ട് നിന്നോടല്ലേ ഇത് ഇവിടുന്ന് മാറ്റി വെക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ മമ്മിയുടെ ഫോട്ടോയാണ്, ഞാൻ ഈ ലോകത്ത് എൻ്റെ സ്വന്തം പെറ്റമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മമ്മിയാണ് എന്ന് പറയാട്ടോ. അപ്പോൾ നിൻ്റെ പെറ്റമ്മ ആരടി, നിന്റെ പെറ്റമ്മ ആ സ്ത്രീ ഏതാണ്, എവിടെയുള്ളതാണ്, എങ്ങനെയുള്ളവളാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവഹേളിച്ച് സംസാരിക്കാട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ആ സ്ത്രീ എങ്ങനെയോ ഉള്ളവളായിക്കോട്ടെ, അത് എന്നെ പ്രസവിച്ച സ്ത്രീയാണ്, പക്ഷേ എനിക്ക് ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹവും ഇഷ്ടവും ഉള്ളത് എൻ്റെ ബ്രിജിത്ത മമ്മിയാണ്. ആ മമ്മിയുടെ ഫോട്ടോ അവിടെ നിന്ന് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ. അങ്ങനെ
വീണ്ടും അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. ബബിതയാണെങ്കിൽ റൂം മൊത്തം അരിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി ആകെ പേടിച്ചിരിക്കട്ടെ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് അവളൊന്നും എടുക്കത്തില്ല. വൈദ്യം നിങ്ങൾ എന്തിനാ അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ച് വാരിയിടുന്നത്, അവൾ അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അമ്മയൊന്നും മിണ്ടാതിരിക്കും. അമ്മ എല്ലാവരും കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. അമ്മയ്ക്ക് എന്തറിയാം, അമ്മ ഈ ലോകം കണ്ടിട്ടൊന്നുമില്ലല്ലോ, ഈ ലോകം കുറേ ഞാൻ കണ്ടതാണ്, കുറേ ആൾക്കാരെ ഇതുപോലുള്ളവരെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് വൈദ്യം വീണ്ടും മുത്തശ്ശിയോട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ബബിത ആ ബാഗിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ച് വാരി താഴേക്ക് ഇടട്ടെ. എന്നിട്ട് ബാഗ് ഇങ്ങനെ കുടയുന്ന സമയത്ത് ആ ബാഗിൽ നിന്ന് ആ ഒരു മോതിരം കിട്ടുക കേട്ടോ. ഹരി ആ ബാഗിൽ കൊണ്ടുപോയിട്ട് മോതിരം കിട്ടുകയാണ്. ബബിത മോതിരം എടുത്തിട്ട് അങ്ങനെ പൊക്കി കാണിക്കുകയാണ്. അലീനയാണെങ്കിൽ ഞെട്ടിപ്പോവാണ്, എങ്ങനെ ഈ മോതിരം എൻ്റെ ബാഗിൽ വന്നു എന്ന് ചിന്തിച്ചിട്ട്. അപ്പോൾ അലീന ഓർക്കുന്നുണ്ട് ഹരി ആ മോതിരം അവളെ കാണിച്ചു കൊടുത്തത്, ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഇത് നിനക്ക് തരാൻ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ മോതിരം ഹരി എടുത്ത് കാണിക്കുന്ന രംഗം അലീന ഓർക്കട്ടോ. അലീനക്ക് ആകെ പേടിയാണ്. അവളൊരിക്കലും വാങ്ങിച്ചു വെച്ചല്ല, പക്ഷേ ഈ മോതിരം എങ്ങനെ ബാഗിൽ വന്നു എന്നുള്ളത് അവളാകെ പേടിക്കട്ടോ. അപ്പോൾ അതേസമയം എല്ലാവരും റൂമിന് പുറത്ത് നിൽപ്പുണ്ടാവും. അങ്ങനെ ആ മോതിരം വാങ്ങണ വൈജയന്തി ഇത് കണ്ടിട്ട് അലീന അങ്ങ് ഞെട്ടിത്തരിച്ച് നിൽക്കണം. ഇത് എങ്ങനെ നിന്റെ ബാഗിൽ വന്നു, ഇത് ആരുടേതാണെന്ന് ചോദിക്കട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കറിയില്ല, ഇത് എൻ്റേതല്ല എന്ന് പറയണം. നിന്റേതല്ലാന്നോ, നിന്റേതല്ലെങ്കിൽ പിന്നെ നിന്റെ ബാഗിൽ എങ്ങനെ വന്നു? അപ്പോൾ ബബിതയോട് ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ മോതിരാണോ ചോദിക്കുമ്പോൾ എൻ്റേതല്ല അമ്മയെന്ന് പറയട്ടോ. എൻ്റെയും മോതിരമല്ല, കൃഷ്ണയുടേതോ അല്ല, ഈ മോതിരം ഇവിടെ ആദ്യമായിട്ട് കാണുകയാണ്, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കറിയില്ല, ഇതെങ്ങനെ എൻ്റെ ബാഗിൽ വന്നു, ഇത് എൻ്റെ മോതിരം അല്ല എന്ന് തന്നെ അലീന പറയട്ടോ. അതുകൂടി കേട്ടപ്പം വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. നിന്നെ ഇനി ഒരു നിമിഷം ഇവിടെ വെച്ചേക്കാൻ പറ്റില്ല, ഇതിനൊരു പ്രശ്നം, ഈ ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം. നീ കാശ് അടിച്ച് മാറ്റിയിട്ട് അതുകൊണ്ട് മോതിരമൊക്കെ വാങ്ങി വെച്ചോല്ലേ, ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് നീ പോയിട്ട് മോതിരമൊക്കെ വാങ്ങിച്ചു വെക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് അവളുടേതൊന്നുമില്ല, അവൾ സ്വർണ്ണം ഇടാറേ ഇല്ല എന്നൊക്കെ പറയട്ടെ മുത്തശ്ശി. അവൾക്ക് അങ്ങനെ ഒരു സ്വർണ്ണത്തിന് ആഗ്രഹമില്ല, അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാറുമില്ല എന്ന് മുത്തശ്ശി പറയുന്നൊന്നും വൈജ കേൾക്കുന്നില്ല. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് ഹോളിലേക്ക് വരികയാണ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക്. എന്നിട്ട് വന്നിട്ട് ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട്, നോക്ക് ബാലചന്ദ്ര, ഇതേ കുറച്ച് കാശ് അവളുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്, അതുപോലെ ഒരു മോതിരം എടുത്ത് കാണിക്കുകയാണ്, ഈ മോതിരം അവളുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയട്ടോ. ആ മോതിരം കണ്ടപ്പോൾ രോഹിത് ഭയങ്കരമായിട്ട് പേടിക്കട്ടെ, ഈ മോതിരം ഇട്ടത് ഹരിയാണല്ലോ, അപ്പോൾ എല്ലാ കള്ളത്തരങ്ങളും ഇനി പൊളിയോ എന്നൊക്കെ ഉള്ളൊരു പേടി രോഹിത്തിനുണ്ട്. അങ്ങനെ അലീനയെ നിർത്തി ചോദ്യം ചെയ്യാണ് ബാലചന്ദ്രൻ. ഈ കാശ് എവിടെ നിന്നുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ ആ കാശ് എൻ്റെ കാശാണ്, എനിക്ക് മുത്തശ്ശൻ എന്നെ കാണാൻ വന്ന സമയത്ത് ബിജിത്തമ്മയുടെ കയ്യിൽ കൊടുത്ത കാശാണ്, അതിൽ കുറച്ച് ബാലൻസ് ഉള്ളതാണെന്ന് പറയാട്ടോ അലീന. അപ്പോൾ അത് ഇപ്പോഴും നിൻ്റെ കയ്യിൽ നീ സൂക്ഷിച്ച് വെച്ചേക്കാൻ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ ചിലവുകളൊന്നുമില്ലല്ലോ, ആ കാശ് അന്ന് മുതൽ എൻ്റെ കയ്യിലുള്ളതാണ്, അതിൽ കുറച്ച് കാശ് ഒരു സ്ത്രീ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലുള്ള ബാലൻസ് ആണെന്ന് പറയണം. ഓക്കെ, ഇത് നിൻ്റെ കാശാണ്, ശരി സമ്മതിച്ചു. അപ്പോൾ ഈ മോതിരമോ ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, അതെങ്ങനെ എൻ്റെ ബാഗിൽ വന്നു എന്ന് എനിക്കറിയില്ല, എൻ്റേതല്ല എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട് ഈ മോതിരം നിൻ്റേതല്ല എന്നാണോ നീ പറയുന്നത് ചോദിക്കുമ്പോൾ അത് എൻ്റേതല്ല എന്ന് പറയട്ടോ. അലീനയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചാൽ നിൽക്കുന്നത്, പക്ഷേ ഹരി കൊണ്ടുവന്ന് വെച്ചതാണെന്ന് അലീന പറയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് രോഹിത് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്നുണ്ട് കേട്ടോ. രോഹിത് പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയിട്ട് ഹരിയെ ഫോൺ ചെയ്യുന്നുണ്ട്, എടാ ഇവിടെ ആകെ പ്രശ്നമാണ്, നീ അവൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞില്ല, ആ മോതിരം അവളുടെ ബാഗിൽ നിന്ന് പൊക്കി അവളെ ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയട്ടോ. അപ്പോൾ രോഹിത് പറയുന്നത് കേട്ട് ഹരി ആകെ പേടിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒരു ഭയം ഉണ്ട് കേട്ടോ. ഈ ഹരിയും രോഹിത്തും തമ്മിലുള്ള സംഭാഷണം മനു കേൾക്കാൻ ഇടയാവും കേട്ടോ. മനു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു, മനു കേൾക്കുകയാണ്. അങ്ങനെ ഞാനത് അവൾക്ക് കൊടുത്തതാണെന്നൊക്കെ ഹരി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് രോഹിത് എടാ നീ സത്യം പറ, അത് നീ എങ്ങനെയാണ് കൊടുത്തത് എന്താ അങ്ങനെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഹരി അവിടുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മനു കേൾക്കുന്നുണ്ട്. അങ്ങനെ രോഹിത് പിന്നീട് ഫോൺ വെച്ചിട്ട് ഹരിയെ വിളിച്ച് പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ താഴേക്ക് ചെല്ലേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അവളെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, വൈജ് പറയുന്നുണ്ട് അത് കാശൊക്കെ അടിച്ച് മാറ്റിയിട്ട് അവൾ മോതിരമാക്കി വാങ്ങി വെച്ചേക്കുന്നതാണ് എന്ന് പറയാട്ടോ. അപ്പം അലീന പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഒരിക്കലും ഞാൻ ആരുടെയും കാശ് എടുത്തിട്ടില്ല, ഞാൻ ഒരിക്കലും എടുക്കത്തില്ല എന്ന് പറയാട്ടോ. അപ്പോൾ അങ്ങനെ അലീന പറയുമ്പോൾ വൈജ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇത്രയൊക്കെ ആയിട്ട് നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലോ, നിന്റെ കള്ളം നീ വീണ്ടും കള്ളം തന്നെ പറയുകയാണല്ലോ എന്നൊക്കെ പറയണം. ബാലചന്ദ്രൻ ആകെ പെട്ടിരിക്കാൻ, കാരണം ഇനി അലീനയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എങ്ങനെ ഈ മോതിരം അവളുടെ ബാഗിൽ വന്നു എന്നുള്ളത് അവൾ പറയുന്നതിൽ അങ്ങനെ വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. കാരണം അവൾ പുറത്തേക്കൊന്നും പോകുന്നില്ല, പിന്നെ ആരെങ്കിലും കൊടുക്കണം, ആര് കൊടുക്കാനാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കട്ടെ. ബബിത പറയുന്നത് ഇവൾ കാശ് ഇവിടെ അടിച്ച് മാറ്റിയിട്ട് സ്വർണ്ണാക്കി വെച്ചേക്കുന്നത് തന്നെയാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് ബബിത അവളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്താണെങ്കിലും ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് അലീനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു തീരുമാനമാണല്ലോ, അപ്പം ഇറക്കി വിടാൻ വരട്ടെ, ഇതിനൊരു തീരുമാനമായിട്ട് അവളെ ഇറക്കി വിടാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇത് സ്വർണ്ണമാണോ എന്ന് ആദ്യം അറിയണം, എന്നിട്ട് അതുപോലെ ഇവിടേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഇവിടെ ഏതെങ്കിലും കടയിൽ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ബാലചന്ദ്രനും വൈജയന്തിയും നിൽക്കുകയാണ്. അങ്ങനെ നാളെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളണം എന്ന് പറയട്ടോ അലീനയോട്. അപ്പോൾ അലീനയാണെങ്കിൽ ആകെ പെട്ടുപോയി, ഇനി എന്ത് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഇല്ല. ഇത് തൻ്റെ മോതിരമല്ല, ഇത് ബാഗിൽ വന്നത് ഹരി കൊണ്ടുവന്ന് വെച്ചതാണെന്ന് അവൾക്ക് 100% ഉറപ്പാണ്. പക്ഷേ അതിനൊരു തെളിവില്ല ഹരി കൊണ്ടുവന്ന് വെച്ചതിന്, അതുകൊണ്ട് അത് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ അലീന വീണ്ടും മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് അടുത്തിരുന്ന് അങ്ങനെ കരയാട്ടോ. എൻ്റെ കുഞ്ഞ് എന്തൊക്കെയാണ് നടക്കുന്നത്, ആ മോതിരം നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്, ആരുടേതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മുത്തശ്ശി, ഇവിടെ എന്താ നടക്കുന്നതെന്ന്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു ആളുടെ പൈസ എടുത്തിട്ടില്ല എന്നൊക്കെ പറയാട്ടോ. പക്ഷേ ആ മോതിരം എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ഞാനത് പറഞ്ഞ് ഇവിടെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാത്തതാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ കുഞ്ഞ് നീ എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ അത് ഹരി കൊണ്ടുവന്ന മോതിരമാണ് മുത്തശ്ശി, എനിക്ക് അത് തരാനായിട്ട് നോക്കി, ഞാനത് വാങ്ങിച്ചില്ല, എനിക്ക് ഉറപ്പുണ്ട് ഈ റൂമിലേക്ക് വന്നിട്ട് എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട്, എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ അല്ലെങ്കിൽ രോഹിത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനൊക്കെ ആയിട്ട് ഹരി കൊണ്ടുവന്ന് വെച്ചതായിരിക്കും എന്ന് മുത്തശ്ശിയുടെ അലീന പറയട്ടോ. എന്നാൽ ശരിയായിരിക്കും, ഒരു ദിവസം ഹരി റൂമിലേക്ക് വന്നിരുന്നു, എന്നിട്ട് നിൻ്റെ ബാഗ് എടുത്ത് നോക്കിയായിരുന്നു എന്നൊക്കെ പറയട്ടോ. ശരിയാ മുത്തശ്ശി, എന്നാൽ ഹരി കൊണ്ടുവന്ന് വെച്ചത് തന്നെയെന്ന് പറയട്ടോ. എന്നാൽ പിന്നെ നിനക്കത് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അലീനയോട് മുത്തശ്ശി. അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല മുത്തശ്ശി, കാരണം അതിന് യാതൊരു തെളിവും ഇല്ല എന്ന് പറയണം. രോഹിത് സപ്പോർട്ട് ചെയ്യില്ല, രോഹിത് കണ്ടതായിരിക്കില്ല എന്ന് പറയുമ്പോൾ രോഹിത് ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്യില്ല, രോഹിത്തിനെയും ഹരി കൂട്ട് വെച്ചേക്കാണ് എന്നൊക്കെ പറയാട്ടോ. എന്നോട് നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇനി ഇവിടെ തന്നെ വേണ്ട എന്ന് പറഞ്ഞേക്കുക എന്നൊക്കെ പറയണം. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് വൈജയന്തി ആണെങ്കിൽ കമലയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ
നമ്മുടെ അലീനയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാട്ടോ. അലീനയോട് ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കോളാനായിട്ട് പറയണം. അപ്പോൾ അതുവരെ ഉള്ള ജോലി ചെയ്തതിൻ്റെ ശമ്പളം അലീനയ്ക്ക് കൊടുക്കുക കേട്ടോ. ഇത്രയും നാൾ ജോലി ചെയ്തതിൻ്റെ ശമ്പളം കൊടുക്കുമ്പോൾ അലീന അത് വാങ്ങുന്നില്ല, എനിക്കിത് വേണ്ടാന്ന് പറയട്ടോ. അത് പറ്റത്തില്ല, ഫ്രീ സർവീസ് ഒന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് കാശ് നിർബന്ധിച്ച് കയ്യിൽ കൊടുക്കണം. ബാലചന്ദ്രനാണെങ്കിൽ ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ അലീനയോട് വീട് വിട്ട് ഇറങ്ങി പോകാൻ പറയണം. അങ്ങനെ അലീന ബാഗൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്താട്ടോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു കാർ വരുന്നത്. അപ്പോൾ ആ കാറിൽ നിന്ന് ഇറങ്ങിയത് മനു കേട്ടോ. മനുവിനെ കണ്ടിട്ട് അലീനയ്ക്ക് ആകെ വിഷമവും സങ്കടമൊക്കെ കൂടെ വരും കേട്ടോ. അപ്പോൾ നീ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ അലീന ഒന്നും പറയുന്നില്ല കേട്ടോ. നീ വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് മനു അകത്തേക്ക് തന്നെ പോവാണ്. അകത്തേക്ക് മനു ഇവളെയും കൂട്ടി വന്നപ്പോൾ വൈജയന്തി വഴക്കുണ്ടാക്കുന്നുണ്ട്. നീ എന്തിനാ ഇവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്? ഇവളിവിടെ ചെയ്തു വെച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ആദ്യം ഇവളെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഇവിടെ കുറച്ച് വേറെ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. ഇവൾ ഒരു അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടിയാണ്, ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ ഇവൾ ഒരിക്കലും കള്ളം പറയുകയോ കള്ളം ചെയ്യുകയോ ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ മോതിരത്തിൻ്റെ കേസാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ മോതിരം ഇവളുടേതല്ല, ഇവളുടെ ബാഗിൽ എങ്ങനെ വന്നതാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറയണം. അപ്പോൾ കാറിൽ നിന്ന് ഹരിയെ പോയി വിളിച്ചുകൊണ്ട് വരിക കേട്ടോ മനു. അപ്പോൾ കാറിൽ ഹരി കൂടി ഉണ്ടായിരുന്നു, ഹരിയെ കൂട്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഹരിയെ കൂട്ടിയിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇവനോട് ചോദിച്ചാൽ സത്യം അറിയാൻ പറ്റും, ഈ മോതിരം എങ്ങനെ അവളുടെ ബാഗിൽ വന്നു എന്നുള്ളത് അറിയാൻ പറ്റും എന്ന് പറയാട്ടോ. അപ്പം എന്താ സംഭവം എന്നുള്ളത് മനു തന്നെ വിശദീകരിക്കുകയാണ്. ഞാൻ 2 എണ്ണം കൊടുത്ത സമയത്ത് ഇവൻ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അതായത് മനു കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ഹരി രോഹിത്തും തമ്മിലുള്ള സംഭാഷണം. ആ സമയത്ത് ഹരിയെ വിളിച്ച് നന്നായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു മനു. എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല 2 തല്ല് കൊടുത്തപ്പം ഹരി എല്ലാ കാര്യങ്ങളും മണിയായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോട്ടോ. എന്താണ് ഉണ്ടായതെന്നൊക്കെ ഉള്ളത്, സ്വർണ്ണം കൊണ്ടുപോയതും അലീനയ്ക്ക് കൊടുക്കാനായിട്ട് വെച്ചതും അലീനയെ വീഴ്ത്താൻ നോക്കിയതും പക്ഷേ അവൾ വീണില്ല, അവളുടെ ബാഗിൽ കൊണ്ടുപോയി വെച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ മനുവിനോട് പറഞ്ഞു കൊടുത്തു. മനു ആ കാര്യങ്ങളൊക്കെ വൈജയോടും ബാലചന്ദ്രനോടും എല്ലാവരോടായിട്ട് പറയട്ടോ. അതൊക്കെ കൂടി കേട്ടിട്ട് ബാലചന്ദ്രനും വൈജയന്തിയും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഹരിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അപ്പോഴും അലീനയെ തന്നെയാണ് കുറ്റക്കാരിയാക്കി പറയുന്നത്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ വന്നാൽ ആമ്പിള്ളേർ ഇങ്ങനെ വഷളായി പോകും, ഇത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവളെ നിർത്തണ്ട എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ. അത് ഇവളുടെ കുഴപ്പമല്ല, ആൻറ്റിക്ക് അറിയാത്തത് കൊണ്ടാണ്, വീട്ടിലെ ആമ്പിള്ളേരുടെ കുഴപ്പമാണ്. എങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു അനുഭവം ഇവൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. അതുപോലെ വീട്ടിലെ നിങ്ങളുടെ ഒരു മകന് 2 എണ്ണം പൊട്ടിച്ചിട്ട് ചോദിക്കണം അവൻ എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പം അറിയാൻ പറ്റും കാശ് എടുത്തത് ആരാണെന്നുള്ളത്. ഇവിടുന്ന് കാശ് പോകുന്നത് മുഴുവൻ രോഹിത്താണ് കാശ് എടുക്കുന്നത്. ആ കാശ് എടുക്കുന്നത് ഹരിക്ക് വേണ്ടിയിട്ടാണ്, ഹരിയുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹരി വിളിച്ച് പറയുമ്പോൾ കാശ് എടുത്ത് കൊടുക്കുന്നതാണെന്നൊക്കെ പറയാണ് മനു. അങ്ങനെ എല്ലാ സത്യങ്ങളും ബാലചന്ദ്രനും വൈജയന്തിയൊക്കെ അറിയട്ടോ. അങ്ങനെ ഹരിക്ക് വേണ്ടിയിട്ട് രോഹിത്താണ് അവിടെ നിന്ന് കാശ് എടുത്ത് മാറ്റുന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. എന്താണെങ്കിലും അപ്പോൾ ഹരിക്കിട്ട് നല്ലത് പൊട്ടിച്ചിട്ടാണ് മനു കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ രോഹിത്താണെങ്കിൽ ആകെ പെട്ടു, ഇനി എല്ലാം തീർന്നു എന്നുള്ള രീതിയിൽ നിൽക്കട്ടെ. അപ്പോൾ രോഹിത്ത് അലീനയുമായിട്ടൊന്ന് മുട്ടാൻ ചെന്നൊരു സംഭവം ഉണ്ടല്ലോ, അതെങ്ങാനും ഇനി പുറത്ത് വരുമെന്നുള്ള ഒരു പേടിയിലാണ് രോഹിത്ത് നിൽക്കുന്നത്. പക്ഷേ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല. അലീന അതൊന്നും പറയുന്നില്ല. അപ്പോൾ അലീന ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കണം. മനുവാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഹരിയാണ്. ഹരിയും രോഹിത്തും കൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അലീനയല്ല തെറ്റുകാരി എന്ന് പറയുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് അലീനയെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. അലീനയെ മാത്രമല്ല മുത്തശ്ശിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്ക് എറണാകുളത്തേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്, ഞാൻ ജോലി ഇൻഫോപാക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് മുത്തശ്ശിയെ നോക്കിക്കോളാം, അലീന മുത്തശ്ശിയെ നോക്കിക്കോളും. എനിക്ക് ജോലിക്ക് പോവുകയും ചെയ്യാം, അവൾക്കും മുത്തശ്ശിക്കും യാതൊരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ മനു പറയണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോറികളാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ രേവതിക്കുട്ടി നമ്മുടെ മാമച്ചാൻ്റെയും ഗ്രേസമ്മയുടെ മോനുണ്ടല്ലോ, മോൻ്റെ റൂം പരിശോധിക്കുകയും അവിടുന്ന് കുറേ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.